വളരെ ഗൗരവതരമായ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ എന്നൊരു സംശയം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടിയിലാണ് ഇപ്പോൾ നിപ സംശയിക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് നിപ പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുജു ചേരുകയാണ്. സുജു, ഇതൊരു സംശയം മാത്രമാണ്, പക്ഷേ എങ്കിൽ പോലും പ്രാഥമികമായ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിപ പ്രോട്ടോകോൾ പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. തീർച്ചയായിട്ടും മനോ, ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശമാണ് മലപ്പുറം DMO ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. നിപ്പ പ്രോട്ടോകോൾ പാലിച്ചു തന്നെ ഈ കുട്ടിയുടെ ചികിത്സ നടത്തണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട്സ് ഉള്ളവരെ ട്രേസ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം, നിപ്പ കൊറോണ വൈറസ് പോലെ ഒരു ബാധ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിച്ച് തന്നെ ആരുമായിട്ട് തന്നെ കോണ്ടാക്ട്സ് ഉണ്ട്, ആ കാര്യങ്ങൾ കണ്ടെത്തണം, അവരെ നിരീക്ഷണത്തിലാക്കണം എന്നാണ് പ്രഥമ നടപടി തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടിയെ ആദ്യം ചികിത്സിച്ച ഡോക്ടർമാർ, മറ്റ് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരെയും കണ്ടെത്തി അവരെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിപ്പ എന്ന സംശയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുട്ടി 15 വയസ്സുള്ള മലപ്പുറത്തുള്ള ഒരു കുട്ടിയിലാണ് സംശയമുള്ളത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി ചികിത്സയിലുമാണ് ഈ കുട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശോധന ഫലം നാളെ വന്നേക്കുമെന്നും കരുതുന്നു. എന്നാലും പരിശോധന ഫലത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് കാത്തിരിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ കൃത്യമായ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്യും. നിപ്പ ബാധ എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് കൂടുതൽ ജാഗ്രത, അതായത് ഏതെങ്കിലും തരത്തിൽ നിപ്പ, നമുക്കറിയാം മുമ്പ് ഏറെ ചർച്ചകൾ ചെയ്യപ്പെട്ടതാണ്. വവ്വാലികളിൽ നിന്ന് നിപ്പ ബാധ അതിനെയൊക്കെ അതിജീവിച്ച് കയറി വന്നൊരു വലിയ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് സുജു. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു സംശയം തോന്നിയപ്പോൾ തന്നെ ആ ഒരു മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു മുൻകരുതൽ സ്വീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടി, അതായത് ഒരു കുട്ടിക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നിപ്പ എന്ന സംശയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന് സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ നടപടികളും, അതായത് കുട്ടിയെ നിരീക്ഷിക്കുക മാത്രമല്ല മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നിപ്പയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നിപ്പയാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ചികിത്സ ഉറപ്പാക്കണം. അതുപോലെ ആരുമായിട്ട് തന്നെ കോണ്ടാക്ട്സ് ഉണ്ട്, ആർക്കെങ്കിലും ഈ നിപ്പ ഈ കുട്ടിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ, ഇനി അതല്ല കുട്ടിക്ക് ഇനി നിപ്പയാണെങ്കിൽ മറ്റാരെങ്കിലും ലഭിച്ചതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മനു സൂചിപ്പിച്ച പോലെ തന്നെ കേരളം നിപ്പയും കൊറോണയൊക്കെ തന്നെ അതിജീവിച്ചത് കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ കൂടെ, അല്ലെങ്കിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ്. ഇത്തവണയും ഒരു നിപ്പ ബാധ എന്ന സംശയം വരുമ്പോൾ അതിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ്. ശരി സുജു, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ഗൗരവതരമായ ഒരു കാര്യം കൂടിയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വീണ്ടും സംസ്ഥാനത്ത് നിപ ബാധ എന്നൊരു സംശയം വന്നിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, അതൊരു സംശയം മാത്രമാണ്. പരിശോധനാ ഫലം സുജു, പരിശോധനാ ഫലം നാളെയല്ലേ വരികയുള്ളൂ? ശരി, നാളെ തന്നെയാണ് വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും പ്രാഥമികമായ ഘട്ടത്തിൽ ഒരു സംശയം തോന്നിയതുകൊണ്ട് നമ്മൾ മുൻകരുതലുകൾ എടുക്കുകയും ആ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു മുൻകരുതൽ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, നേരത്തെ ഈ രോഗം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അതിനെ മറികടന്ന ഒരു വലിയ ആത്മവിശ്വാസം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സാധ്യത സംശയിക്കാൻ നമുക്ക് ഇടയാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞതും. ഇപ്പോൾ കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം സ്വദേശിയാണ് എന്ന് അറിയുന്നു, 15 വയസ്സുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആ രീതിയിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ്. വിവരങ്ങളാണ് സുജു നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.